നമസ്കാരം. അഗാരിക്കസ് മലയാളത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്മ്യൂണോളജിയിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Inappropriate immune response is known as hypersensitivity or allergy. ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് ഉണ്ടാകുന്ന ഇമ്മ്യൂൺ റെസ്പോൺസിനെയാണ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ അലർജി എന്ന് പറയുന്നത്. ഹൈപ്പർ സെൻസിറ്റീവ് റിയാക്ഷൻ ഡെവലപ്പ് ഹ്യൂമറൽ ഓർ സെൽ മീഡിയേറ്റഡ് റെസ്പോൺസ്. ഹ്യൂമറൽ അല്ലെങ്കിൽ സെൽ മീഡിയേറ്റഡ് റെസ്പോൺസ് വഴിയാണ് ഈ അലർജീസ് ഉണ്ടാകുന്നത്. TGH Gell and RRA Coombs proposed the classification of hypersensitive reactions. ഈ hypersensitive reaction ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിന് മുൻകൈ എടുത്തിട്ടുള്ളത് ജെല്ലും കൂംസും കൂടിയിട്ടാണ്. 4 ടൈപ്പ് hypersensitive reactions ഉണ്ട്. അതിലെ ടൈപ്പ് 1 എന്ന് പറയുന്നത് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇ മീഡിയേറ്റഡ് ആണ്. ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ ആൻറ്റിബോഡി മീഡിയേറ്റഡ് ആണ്. ടൈപ്പ് 3 എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂൺ കോംപ്ലക്സ് മീഡിയേറ്റഡ് ആണ്. ടൈപ്പ് 4 എന്ന് പറഞ്ഞാൽ ഡിലേയ്ഡ് ടൈപ്പ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആണ്. ഇതിലെ ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 ഒക്കെ ഹ്യൂമറൽ മീഡിയേറ്റഡ് ആണ്. ടൈപ്പ് 4 സെൽ മീഡിയേറ്റഡ് ആണ്. ഈ സ്ലൈഡിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇന്നത്തെ ഈ വീഡിയോ മെയിൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷനെ കുറിച്ചാണ്. ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ മീഡിയേറ്റ് ചെയ്യുന്നത് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇ ആണ്. നോർമൽ ഇൻഡിവിജ്വൽസിലെ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇയുടെ ലെവല് 0.1-നും 0.4-നും ഇടയിലായിരിക്കും. എന്നാൽ അലർജിക് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിലെ ഇമ്മ്യൂണോഗ്ലോബുലിൻ്റെ ലെവല് 1 മൈക്രോഗ്രാമിനും മുകളിലായിരിക്കും കാണുക. ആൻറ്റിജൻസ് ദാറ്റ് സ്റ്റിമുലേറ്റ് അലർജീസ് ആർ നോൺ ആസ് അലർജൻസ്. ഏത് ആൻറ്റിജൻസ് ആണോ അലർജീസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് അവയെ പറയുന്ന പേരാണ് അലർജൻസ് എന്ന് പറയുന്നത്. Environmental antigens are caused type 1 hypersensitive response in allergic individuals. Type 1 hypersensitive response എന്ന് പറഞ്ഞാൽ അലർജിക് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിലെ എൻവിയോൺമെൻ്റൽ ഏജൻസ് ആണ് ഇവിടെ അലർജി കോസ് ചെയ്യുന്നത്. ഇത്തരത്തിൽ വരുന്ന അലർജിക് റിയാക്ഷനെയാണ് ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റീവ് റെസ്പോൺസ് എന്ന് പറയുന്നത്. എൻവിയോൺമെൻ്റൽ ആൻറ്റിജൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പൊള്ളൻസ്, ഡസ്റ്റ്, ഇതൊക്കെ ഇതിന് എക്സാമ്പിൾസ് ആണ്. ജനറ്റിക് ടെൻഡൻസി ടു ഡെവലപ്പ് അലർജിക് റിയാക്ഷൻ നോൺ ആസ് അറ്റോപ്പി. അലർജിക് റിയാക്ഷൻ ഉണ്ടാവാൻ ജനറ്റിക് ആയിട്ടുള്ള അതായത് ഹെറിഡിറ്ററിയും ഒരു കാരണമാണ്. അച്ഛനോ അമ്മയ്ക്കോ അലർജി ഉണ്ടെങ്കിൽ പിന്നീട് വരുന്ന പ്രോജനിക്കും എന്തായാലും അലർജി ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അത്തരത്തിലെ ജനറ്റിക് ടെൻഡൻസി ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള അലർജിക് റിയാക്ഷനെ പറയുന്ന പേരാണ് അറ്റോപ്പി എന്നുള്ളത്. അറ്റോപിക് ഇൻഡിവിജ്വൽസ് ഹാവ് അബ്നോർമൽ എമൗണ്ട് ഓഫ് സർക്കുലേറ്റിംഗ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇ. അറ്റോപിക് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിലെ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇയുടെ എമൗണ്ട് വളരെ കൂടുതലായിരിക്കും. അബ്നോർമൽ ആയിട്ടാണ് അറ്റോപിക് ഇൻഡിവിജ്വൽസിലെ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇ കാണുക. These individuals have allergies such as hay fever, eczema, asthma. ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഹേ ഫീവർ, എക്സിമ, ആസ്മ ഈ ടൈപ്പ് അലർജീസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. മാസ്റ്റ് സെൽസ്, ബേസോഫിൽസ്, ഇസ്നോഫിൽസ്, ടി ഹെൽപ്പർ സെൽസ് ആർ ഇൻവോൾവ്ഡ് ഇൻ ദ ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റീവ് റിയാക്ഷൻ. ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റീവ് റിയാക്ഷൻസിലെ ബേസോഫിൽസ്, മാസ്റ്റ് സെൽസ്, ഇസ്നോഫിൽസ്, ടി ഹെൽപ്പർ സെൽസ് ഒക്കെ ഇൻവോൾവ് ചെയ്യും. These cells secrete cytokines and chemokines. ഈ സെൽസ് സൈറ്റോകൈൻസിനെയും കീമോകൈൻസിനെയും റിലീസ് ചെയ്യും. ഇനി ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റീവ് റിയാക്ഷൻ്റെ എക്സാമ്പിൾസ് ആണ് ഡ്രഗ് അലർജി,
ഫുഡ് അലർജി, അനിമൽ അലർജി, സ്കിൻ അലർജി, ഡസ്റ്റ് അലർജി, പൊളൻ അലർജി. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈപ്പർ സെൻസിറ്റീവ് റിയാക്ഷൻ ടൈപ്പ് 1ന്റെ മെക്കാനിസത്തിനെ കുറിച്ചാണ്. Hypersensitive reaction have two stages, sensitization stage and effector stage. Hypersensitive reaction രണ്ട് സ്റ്റേജ് ഉണ്ട്, sensitization സ്റ്റേജും effector സ്റ്റേജും. Allergens entering the body by inhalation or ingestion. Inhalation അല്ലെങ്കിൽ ingestion വഴിയായിട്ടാണ് അലർജൻസ് നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ആവുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള സെൻസിറ്റൈസേഷൻ സ്റ്റേജിനെ കുറിച്ചാണ്. When allergens enter the body, it is taken up by antigen presenting cells. എപ്പോഴാണോ അലർജൻസ് നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ആവുന്നത് ആ സമയത്ത് ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെൽസ് അവയെ ടേക്ക് ചെയ്യും. ആഫ്റ്റർ പ്രോസസ്സിംഗ് T cells will be activated and differentiated into T helper type 2 cells. അതിനുശേഷം ഈ T cells ആഫ്റ്റർ പ്രോസസ്സിങ്ങും പ്രസൻറ്റേഷനും ശേഷം ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് T helper type 2 cells ആയിട്ട് മാറും. ഈ T helper type 2 cells സൈറ്റോകൈൻസ് ആയ ഇന്റർലൂക്കിൻ 5, ഇന്റർലൂക്കിൻ 14, ഇന്റർലൂക്കിൻ 13 ഇവയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഇന്റർലൂക്കിൻ 5 മെയിൻ ആയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ഇസ്നോഫിൽസിനെ ആയിരിക്കും. ഇന്റർലൂക്കിൻ 4 ബി സെൽസിനെയും സ്റ്റിമുലേറ്റ് ചെയ്യും. പിന്നീട് ബി സെൽസ് ഇമ്യൂണോഗ്ലോബുലിൻ ഇനെ പ്രൊഡ്യൂസ് ചെയ്യും. Then this immunoglobulin E attached to the mast cell and basophil. അതിനുശേഷം ഇമ്യൂണോഗ്ലോബുലിൻ ഇ എന്നുള്ളത് മാസ്റ്റ് സെല്ലിന്റെയും ബേസോഫിലിന്റെയും സർഫേസിലെ അറ്റാച്ച് ചെയ്തിരിക്കും. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഫക്റ്റർ സ്റ്റേജ് ആണ്. When the same antigen re-enter the body, mast cells containing the immunoglobulin E complex attack them. എപ്പോഴാണോ ആദ്യം വന്നുപോയ സെയിം ആൻറ്റിജൻ രണ്ടാമതായത് നമ്മുടെ ബോഡിയിലേക്ക് വരുന്നത് ആ സമയത്ത് ഇമ്യൂണോഗ്ലോബുലിനെ സർഫസിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള മാസ്റ്റ് സെൽസ് ആ സെയിം ആൻറ്റിജനുമായിട്ട് അറ്റാക്ക് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് ഡീഗ്രാനുലേഷൻ നടക്കുകയാണ് ചെയ്യുക. മാസ്റ്റ് സെല്ലിൻ്റെ ഡീഗ്രാനുലേഷൻ അവിടെ നടക്കും. അപ്പോൾ മീഡിയേറ്റേഴ്സിനെ റിലീസ് ചെയ്യും. മെയിൻ ആയിട്ടുള്ള മീഡിയേറ്റർ എന്ന് പറയുന്നത് ഹിസ്റ്റമിൻ ആണ്. ഹിസ്റ്റമിൻ വാസോ ഡയലേഷന് കാരണമാവും. വാസോ ഡയലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്ലഡ് വെസൽസിന്റെ ഡയാമീറ്റർ ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് പറയുന്നത്. ബേസോഫിലിന്റെ കേസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസോഫിൽസും ഒപ്പം തന്നെ ഡീഗ്രാനുലേറ്റഡ് ആവും. അത് ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സിനെയാണ് റിലീസ് ചെയ്യുക. ഒപ്പം തന്നെ സൈറ്റോകൈൻസിനെയും റിലീസ് ചെയ്യും. അതായത് ബേസോഫിൽസ് റിലീസ് ചെയ്യുന്ന സൈറ്റോകൈൻസ് എന്ന് പറയുന്നത് ഇന്റർലൂക്കിൻ 4ഉം ഇന്റർലൂക്കിൻ 13ഉം ആയിരിക്കും. ഇതുവഴി ടിഷ്യൂ ഡാമേജ് നടക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.